പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സര ദിനത്തിൽ അഭിമാന ദൗത്യവുമായി ASRO തമോ ഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള എക്സ്പോസാറ്റ് ഇന്ന് വിക്ഷേപിക്കും. 10 ചെറു ഉപഗ്രഹങ്ങളും ഇതിനൊപ്പം വിക്ഷേപിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9:10 വിക്ഷേപണം നടക്കും. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ് മൂർത്തി, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് ISROയുടെ ഒരു അഭിമാന പദ്ധതി ഇന്ന് നടപ്പിൽ വരുന്നു? സന്തോഷം, അഭിമാനം പറയൂ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായും, കാരണം 2024 ആദ്യ ദിവസത്തിൽ തന്നെ, ഈ പുതുവത്സര ദിനത്തിൽ തന്നെ ISRO അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2023 ISRO നിരവധി നേട്ടങ്ങൾ, ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള, ആദിത്യ L1 ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ എന്തായാലും ISRO കൈവരിച്ചു കഴിഞ്ഞു. ആദിത്യ L1 ഈ മാസം ആദ്യം തന്നെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പുതുവത്സരത്തിലെ ആദ്യത്തെ ദിനത്തിൽ തന്നെ വളരെ ചരിത്രകരമായ ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് ISRO കടക്കുന്നത്. അതായത് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് വിക്ഷേപിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തമോഗർത്തങ്ങളിൽ നിന്നുള്ള എക്സ്റേ വികിരണങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് 10 ചെറിയ പേലോഡുകൾ കൂടി അത് വഹിക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം രാവിലെ 9:10 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ISRO ഇന്നത്തെ ദിവസം ഈ ഒരു കൃത്യത്തിലേക്ക് കടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയ്ക്ക് ശേഷം 2ാമത്തെ രാജ്യമാവുകയാണ് ഇന്ത്യ. അതായത് ഈ പറഞ്ഞ സാറ്റലൈറ്റ് എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് വിടാനൊരുങ്ങുന്ന 2ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. അമേരിക്കയാണ് ഇതിനു മുമ്പ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 ഭാഗങ്ങളാണ് ഈ എക്സ്പോസാറ്റിനുള്ളത്. അതിൽ ഒന്ന് ഇലക്ട്രോൺ വോൾട്ട്, ഒന്ന് എക്സ്പെക്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് 0.8 മുതൽ 15 കിലോ ഇലക്ട്രോൺ വരെയുള്ള എക്സ്റേ വികിരണത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു ഭാഗത്തിന്റെ ലക്ഷ്യം. മറ്റൊന്ന് 8 മുതൽ 40 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള വികിരണത്തെ കുറിച്ച് പോളിക്സ് എന്ന് പറയുന്ന ഉപകരണം. അങ്ങനെ 2 ഉപകരണങ്ങളാണ് ഈ 2 ഭാഗങ്ങളാണ് എക്സ്പോസാറ്റിന്റെ ഭാഗമായിട്ട് ഉള്ളത്. എന്തായാലും ISROയും അതുപോലെ തന്നെ ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഈ ഒരു ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. PSLV തന്നെയാണ് വാഹനം. PSLV-60യുടെ PSLV-യുടെ 58ാമത്തെ ദൗത്യമാണിത്. ക്ഷമിക്കണം, 60ാമത്തെ ദൗത്യമാണ്. PSLV-C58 എന്ന് പറയുന്ന റോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, PSLV ആണ് വിജയകരമായ ഒരുപാട് ദൗത്യങ്ങൾക്ക് ഇന്ത്യ ഉപയോഗിച്ചിരുന്ന റോക്കറ്റ് ഇത് തന്നെയാണ്. എന്തായാലും 9:10 ദൗത്യം. ഇന്നത്തെ ഒരു പുതുവത്സര ദിനത്തിൽ എന്തായാലും ISRO ഒരു ചരിത്രപരമായ മറ്റൊരു ദൗത്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.